നമസ്കാരം. 2024 എന്ന പുതുവർഷം പിറന്നിരിക്കുകയാണ്. ഈ പുതുവർഷത്തിൽ ഏവർക്കും വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടാകും. പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ ഏവരും മുന്നോട്ട് പോകുന്നതുമാകുന്നു. എന്നാൽ 2024 എന്ന പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. സമ്പൂർണ്ണ പുതുവത്സര ഫലമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. രാശിപ്രകാരമാണ് സമ്പൂർണ്ണ പുതുവർഷ ഫലം പറയുന്നത്. ഓരോ നക്ഷത്രക്കാരെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ, അതായത് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ പുതുവർഷ ഫലം ചാനലിൽ ലഭ്യമാണ്. ഈ വീഡിയോയിലൂടെ സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെക്കുറിച്ച് മനസ്സിലാക്കാം. വെള്ളിയാഴ്ച ദിവസം നടത്തിവരുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ രാശിയായി പറയുന്നത് മേടക്കൂറാകുന്നു. അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ് മേടക്കൂറിൽ വരുന്നത്. മേടക്കൂറുകാർക്ക് പ്രധാനമായും വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തുടക്കത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഒന്നും സംഭവിക്കില്ല എങ്കിലും പിന്നീട് രണ്ടാം പകുതിയോടെ സാമ്പത്തികപരമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ ഉയർച്ച വന്ന് ചേരുകയും ചെയ്യുന്നതാകുന്നു. അതിനാൽ തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പറയാം. പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുരോഗതിയും പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങളും പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന ഒരു പുതുവർഷം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. മത്സര പരീക്ഷകളിൽ പോലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. ഈ സമയം ജോലിക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ അത് ശുഭകരമായി തന്നെ ഭവിക്കും. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്ന അവസരം കൂടിയാണ് 2024. പല രീതിയിലുള്ള അംഗീകാരങ്ങൾ കലാകാരന്മാർക്കും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ സന്തോഷകരമായ ഒരു വർഷം തന്നെയാണ് വന്നു ചേരുക. എന്നിരുന്നാൽ പോലും ചെറിയ തർക്കങ്ങൾ ഉടലെടുക്കാം. എന്നാൽ അത് രമ്യതയോടെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. എന്നിരുന്നാലും ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യകരമായ വർഷം തന്നെയായിരിക്കും നിങ്ങൾക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ രാശിപ്രകാരം പറയുന്നതാകുന്നു. ആ കാര്യം കൂടി ഏവരും ഓർത്തിരിക്കേണ്ടതാണ്. കുടുംബദേവതയെയും അതേപോലെ തന്നെ ഇഷ്ടദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും ഏവരും ചെയ്യുക. മറ്റൊരു രാശിയായി പറയുന്നത് എടവക്കൂറാകുന്നു. എടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് കാർത്തിക, അവസാന മുക്കാൽ ഭാഗം രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ രാശിക്കാർക്ക് 2024 എന്ന പുതുവർഷത്തിൽ അനാവശ്യമായ ചെലവുകൾ വന്ന് ചേരുന്നതാകുന്നു. ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ സാധിക്കും എങ്കിലും അനാവശ്യമായ പല രീതിയിലുള്ള ചെലവുകൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. അതിനാൽ ഈ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്ന് തന്നെ പറയാം. തടസ്സങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് 2024 വന്ന് ചേരാവുന്നതാകുന്നു. എന്നാൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യം ഇവർക്ക് ചെയ്യുവാൻ സാധിക്കും. അത്തരത്തിൽ വളരെയധികം തടസ്സങ്ങൾ തരണം ചെയ്ത് വിജയങ്ങൾ പല കാര്യത്തിലും നേടിയെടുക്കുവാൻ സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം ഉണ്ടാകുവാനുള്ള സാധ്യത 2024 വളരെ കൂടുതൽ തന്നെയാകുന്നു. വരുമാന മാർഗങ്ങൾ, അത് പുതിയൊരു ധനസ്രോതസ്സുകളിൽ നിന്നും പുതിയ വരുമാന മാർഗങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. അഥവാ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയുണ്ട്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെ പറയാം. മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളെപ്പോലും തട്ടിത്തെറിപ്പിക്കുന്നതാണ് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. വിദേശത്ത് ജോലി ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. ജോലിയോടൊപ്പം തന്നെ പഠനവും, അതായത് ജോലി, പഠനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. അഥവാ വിദേശത്തേക്ക് ഇത്തരം ആവശ്യവുമായി പോകുവാൻ
നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ദീർഘകാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ, ചില വസ്തുക്കൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കും. അതേപോലെ ചില ആഗ്രഹങ്ങൾ നടക്കുന്ന സമയം കൂടിയാണ് 2024. എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ മികച്ചതായിരിക്കും. അല്ലെങ്കിൽ അല്പം കൂടി നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം കൂടിയായിരിക്കും 2024 എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ കുടുംബദേവതയെയും നിങ്ങൾ ആരാധിക്കുക. മറ്റൊരു രാശിയായി പറയുന്നത് മിഥുനക്കൂറാകുന്നു. മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം കൂടിയാണ് 2024. തുടക്കം വളരെയധികം ഗുണകരമായി നിങ്ങൾക്ക് മാറും. എന്നാൽ രണ്ടാം പകുതിയോടുകൂടി ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ സംഭവിക്കും. ചെലവുകൾ അല്പം വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. അതിനാൽ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായി നിങ്ങൾക്ക് വരും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. യാത്രകളുമായി ബന്ധപ്പെട്ട് ചില ധനനഷ്ടങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ പോകുന്ന ചില കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം ധനപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരും എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് തീർച്ചയായും അതേക്കുറിച്ച് വിശദമായി പഠിച്ചതിന് ശേഷം ചെയ്യുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെയും ഭദ്രകാളി ദേവിയെയും ആരാധിക്കുക എന്ന കാര്യം തീർച്ചയായും ചെയ്യേണ്ടത് തന്നെയാകുന്നു. മക്കളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും. മക്കളുടെ ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. വാക്ക് തർക്കങ്ങൾ അത് പല വ്യക്തികളുമായി ഉണ്ടാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. സ്വന്തം കുടുംബത്തിൽ പോലും ഇത്തരത്തിൽ വാക്ക് തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാണ് എന്നുകൂടി മനസ്സിലാക്കുക. തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റൊരു രാശിയായി പറയുന്നത് കർക്കിടകക്കൂറാകുന്നു. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല എങ്കിലും പിന്നീട് അങ്ങോട്ട് വളരെയധികം നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. ഒരുപാട് കാലമായി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കുട്ടികൾ ഇല്ലാത്ത ദമ്പതികളാണ് എങ്കിൽ സന്താനഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം തന്നെയാണ് 2024. സാമ്പത്തിക നേട്ടങ്ങളും അതോടൊപ്പം സ്ഥാനക്കയറ്റവും ലഭിക്കാവുന്ന ഒരു വർഷമാണ് എന്നതും ഈ വർഷത്തിൻ്റെ പ്രത്യേകതയായി തന്നെ പറയാം. എന്നാൽ നിങ്ങൾ പ്രധാനമായും ഈ ഒരു കാര്യം ചെയ്യുക. ആരോഗ്യകരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ചെറിയ അസുഖങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായും ചികിത്സ തേടേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലരും സഹായങ്ങൾ അഭ്യർത്ഥിച്ച് നിങ്ങളുടെ അരികിൽ വരുന്നതാകുന്നു. അത്തരത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സഹായമാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. അധിക ചെലവുകൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിൽ വന്ന് ചേരുന്നതാകുന്നു. അതിനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കുക. തീർച്ചയായും ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ ഗ്രാമദേവതയെയും നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന കാര്യം തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു. തിങ്കളാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാരവഴിപാട് നടത്തുവാൻ, പിൻവിളക്ക് വഴിപാട് നടത്തുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു രാശിയായി പറയുന്നത് ചിങ്ങക്കൂറാകുന്നു. മകം, പൂരം, ഉത്രം, അവസാന കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. വർഷത്തിൻ്റെ ആദ്യ പകുതി വലിയ ഭാഗ്യം തന്നെ നിങ്ങൾക്ക് തേടിയെത്തും എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ അവസ്ഥ ഈ സമയം വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസ്ഥയിലേക്കെത്തും. സാമ്പത്തിക സ്ഥിതിയെല്ലാം തൃപ്തികരമായി തുടരുന്നതുമാകുന്നു. പല കാര്യങ്ങളും മുടക്കമില്ലാതെ കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്.
മക്കളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ പല വാർത്തകളും നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. സന്താനങ്ങളുടെ നേട്ടത്തിൽ അഭിമാനിക്കാവുന്ന മുഹൂർത്തങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതാകുന്നു. വ്യാപാരവുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ ഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. വ്യാപാരം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും എന്നതും മറ്റൊരു പ്രത്യേകതയാകുന്നു. അതേപോലെ തന്നെ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ നിങ്ങൾക്ക് അല്പം ക്ലേശങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തൊഴിലുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2024. പല വഴികളിലൂടെയും ധനം വന്നു ചേരാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്നതിന് സഹായകരമായി തീരും. എന്നാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തുക. അതേപോലെ തന്നെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെയും ഗ്രാമദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യം തീർച്ചയായും ചെയ്യുക. ലക്ഷ്മി മന്ത്രങ്ങൾ നിത്യവും ജപിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പറയുന്നത് കന്നിക്കൂർ ആകുന്നു. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് വർഷത്തിന്റെ തുടക്കത്തിൽ ചില പ്രയാസങ്ങൾ വന്ന് ചേരും എങ്കിലും പിന്നീട് ഭാഗ്യവും അതേപോലെ തന്നെ സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നതാകുന്നു. അത്തരത്തിലുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അവിചാരിതമായി പല രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് 2024. പല ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, പുണ്യസ്ഥലങ്ങളിൽ ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു വർഷം കൂടിയാണ് 2024. പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുവാനും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് അത് കാരണമായി തീരുകയും ചെയ്യാവുന്നതാകുന്നു. കുടുംബജീവിതം തൃപ്തികരമായി ഭവിക്കും എങ്കിലും ചില തടസ്സങ്ങൾ, ചില കലഹങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അവിവാഹിതരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലം തന്നെയാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. അവിവാഹിതരായ വ്യക്തികൾക്ക് ഈ സമയം വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതായത് 2024 വിവാഹം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. പുതിയ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം അവർക്ക് ആരംഭിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ ഏത് കാര്യവും ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ ചെയ്യുക. അതല്ല എങ്കിൽ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന തിരിച്ചറിവും വേണ്ടതാകുന്നു. പ്രധാനമായും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യവും നിങ്ങൾ മറക്കാതിരിക്കുക. മറ്റൊരു രാശി തുലാക്കൂർ ആകുന്നു. ചിത്തിര, അവസാന പകുതി, ചോതി, വിശാഖം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാരാണ് തുലാക്കൂറിൽ വരുന്നത്. തുലാക്കൂറുകാർക്ക് 2024 ബിസിനസ് രംഗത്ത് അനുകൂലമായ ചില മാറ്റങ്ങൾ വന്നു ചേരും. അത് ബിസിനസ് പരമായ ഉയർച്ചയ്ക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. പല രീതിയിലുള്ള പുതിയ അവസരങ്ങളും ജീവിതത്തിൽ രക്ഷ നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. കലാകാരന്മാർക്ക് പോലും അംഗീകാരങ്ങൾ, ബഹുമതികൾ നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത്. ഒന്നിലേറെ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിലൂടെ ധനപരമായ ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ധാരാളം യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരും. അത് പ്രത്യേകം ഓർക്കേണ്ടതാകുന്നു. അല്പം അലച്ചിൽ നേരിടേണ്ടതായി വരും. എങ്കിലും യാത്രകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരാവുന്നതാണ്. എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ചില തടസ്സങ്ങൾ നേരിടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം. അതിനാൽ ഈ സമയം ഇഷ്ടദേവതയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക എന്ന കാര്യം തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു.
സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക. വന്നു ചേരുന്ന പ്രതിസന്ധികൾ പോലും തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യം ഓർക്കുക. മറ്റൊരു രാശിയായി പറയുന്നത് വൃശ്ചികക്കൂറാകുന്നു. വിശാഖം അവസാന കാൽഭാഗം അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് വൃശ്ചികക്കൂറിൽ വരുന്നത്. ഇവർക്ക് വർഷാരംഭം പല കാര്യങ്ങളും മന്ദഗതിയിലാകുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തികപരമായ ഞെരുക്കത്തിനും സാധ്യത അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയും കൂടാതെ വരുമാനങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന അവസരങ്ങൾ വന്നു ചേരും. പ്രവർത്തന രംഗവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉയർച്ചയും പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഇത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷിക്കുവാൻ അല്ലെങ്കിൽ ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും. വീടുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സമയമാകുന്നു. വീട് മൂടി പിടിപ്പിക്കുവാൻ സാധിക്കും. വസ്തു, സ്ഥലം, വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ ഈ വർഷം വന്നു ചേരും. കൂടാതെ വസ്തു ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലാഭകരമായി അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കുടുംബത്തിൽ ശാന്തിയും അതേപോലെ തന്നെ സമാധാനവും നിലനിൽക്കുന്നതാകുന്നു. ചെറിയ തർക്കങ്ങളുണ്ട് എങ്കിൽ പോലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാകുന്നു. അതിനാൽ ധനപരമായ ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുവാനും വ്യാപാരവുമായി ബന്ധപ്പെട്ട് വളരെയധികം ലാഭങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. വ്യാപാരം വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. എന്നാൽ നിങ്ങൾ ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. മറ്റൊരു രാശിയായി പറയുന്നത് ധനുക്കൂർ ആകുന്നു. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, അവസാന കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. പുതുവർഷാരംഭം മുതൽ സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. സാമ്പത്തികപരമായ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്ന ഒരു വർഷമാണ് ഇത്. വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് പരീക്ഷയിൽ മികച്ച വിജയങ്ങൾ നേടുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലം തന്നെയാണ് ഈ സമയം. ആരോഗ്യം തൃപ്തികരമായി തുടരും എന്ന കാര്യം ഓർക്കുക. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അതേപോലെ പുതിയ വാഹനം, വസ്തു, വീട് തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ തന്നെയാകുന്നു. സന്താനഭാഗ്യം, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നതാണ്. ഈശ്വരാധീനം കുറയും എന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അതിനാൽ തന്നെ ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക. ഇഷ്ടദേവതയെ നിത്യവും ആരാധിക്കുക. കുടുംബദേവതയെ ആരാധിക്കുക. അതോടൊപ്പം അടുത്തുള്ള, അതായത് നിങ്ങളുടെ ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായി തന്നെ തീരും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ 2 വട്ടം ആലോചിച്ച് ശരിയായ രീതിയിൽ പഠനം നടത്തിയതിനു ശേഷം മാത്രം പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുക. മറ്റൊരു രാശിയായി പറയുന്നത് മകരക്കൂറാകുന്നു. മകരക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ സ്ഥലം, വീട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. വീട് നിർമ്മാണം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതേപോലെ തന്നെ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കുവാനും അത് നിറവേറ്റുവാനും സാധിക്കുന്നതാകുന്നു. ദീർഘകാലമായി തന്നെ കുട്ടികൾ ഇല്ലാത്തവരാണ് എങ്കിൽ സന്താനഭാഗ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷം കൂടിയാണ് 2024. കുടുംബജീവിതം സന്തോഷകരമായി തീരും എന്ന കാര്യമാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാകുന്നു. ശ്രദ്ധ കുറയുവാനുള്ള സാധ്യത
കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ആ കാര്യങ്ങൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. ഉദ്യോഗസ്ഥർക്ക് പല രീതിയിലുള്ള സ്ഥലം മാറ്റങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. കൂടാതെ ജോലി അന്വേഷിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സർക്കാരുമായി ബന്ധപ്പെട്ട് പല ആനുകൂല്യങ്ങളും ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഉന്നത വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുവാനും അതുവഴി നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കുന്നതാകുന്നു. അതിനാൽ പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ സമയം ഇത്രയും ശുഭകരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. മറ്റൊരു രാശി കുംഭക്കൂർ ആകുന്നു. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ പലതും വന്നു ചേരുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് ധാരാളം യാത്രകൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതായി വരും. അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവരാണ് എങ്കിൽ മുടങ്ങാതെ തന്നെ അത് ചെയ്യുക. പുതിയ വീട്ടിലേക്ക് താമസം മാറുക, പുതിയ ജോലിയിൽ പ്രവേശിക്കുക, പുതിയ വാഹനം, സ്ഥലം, വീട് തുടങ്ങിയവ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് ഈ വർഷം സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ വർഷത്തിന്റെ ആദ്യ പകുതി വെച്ച് നോക്കുമ്പോൾ രണ്ടാം പകുതിയിൽ കുറച്ചുകൂടി ഐശ്വര്യം വർദ്ധിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം. ഈ സമയം സ്തംഭിച്ചു നിന്നിരുന്ന പല കാര്യങ്ങളും ചെയ്യുവാനുള്ള ധൈര്യം നിങ്ങൾക്ക് വരും. പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. വരുമാനം വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു. ഈ സമയവും പഴയ വാഹനങ്ങൾ മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കുവാനുള്ള അവസരങ്ങൾ കൈവരും. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു. മത്സര പരീക്ഷകളിൽ പോലും വ്യക്തികൾക്ക് വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. ഈ സമയം ധനപരമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്നുകൂടി മനസ്സിലാക്കുക. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും അതേപോലെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ അഥവാ ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യവും നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക. മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു രാശിയായി പറയുന്നത് മീനക്കൂർ ആകുന്നു. മീനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. വരുമാനം വളരെയധികം വർദ്ധിക്കുന്ന തൃപ്തികരമായി തുടരുന്ന ഒരു വർഷമാണ് 2024. പരീക്ഷയിൽ ഉന്നത വിജയങ്ങൾ തന്നെ കരസ്ഥമാക്കുവാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കും. പുതുതായി തുടങ്ങുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ആരംഭിക്കുവാൻ വളരെയധികം ശ്രദ്ധയോടെ നിങ്ങൾ അത് ശ്രമിക്കുക. വീട് മോടി പിടിപ്പിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതേപോലെ വീട് വാങ്ങുക, സ്ഥലം വാങ്ങുക, വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ 2023 നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. അതിനാൽ പരിശ്രമം അല്പം കൂടി നടത്തുന്നത് ഉത്തമമാകുന്നു. കലാ കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കുവാൻ കഴിയുന്ന ഒരു വർഷം കൂടിയാണ് 2024. വീട് വിട്ട് കഴിയേണ്ടതായ ഒരു അവസ്ഥ വന്ന് ചേരാവുന്നതാണ്. അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു ഫലം വന്ന് ചേർന്നിട്ടുണ്ട് എന്ന കാര്യം ഓർക്കുക. എന്നാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ നേരിടുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ സമയം തീർച്ചയായും മുടക്കം കൂടാതെ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുവാൻ മറക്കാതിരിക്കുക. അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ, പ്രത്യേകിച്ചും ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്നത് എല്ലാം തന്നെ പൊതുഫല പ്രകാരമാകുന്നു. ഓരോ നക്ഷത്രക്കാരുടെയും ജാതകപ്രകാരം ഏറ്റക്കുറച്ചിലുകൾ വന്ന് ചേരാവുന്നതാകുന്നു. എന്നിരുന്നാലും 80% വ്യക്തികൾക്കും ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം.